Hi all, welcome to once. So നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ആംഗിൾ മോഡുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ക്ലാസ്സിനെ സ്റ്റാർട്ട് ചെയ്യാം. So angle modulation എന്ന് പറയുമ്പോൾ എന്താണ്? Angle modulation means it is a process of varying the angle of the carrier in accordance with the instantaneous value of modulating signal. അപ്പം നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നത്. എന്തിന്? വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ വേരി ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ മോഡുലേഷൻ്റെ കേസ് വരുമ്പോൾ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ദ കാരിയർ ആയിരിക്കും വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? നമുക്ക് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ ഇപ്പം നമ്മൾ കാരിയർ സിഗ്നലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സി ഓഫ് ടി ഈസ് ഈക്വൽ ടു AC cos theta. ആംഗിളിൻ്റെ ടേംസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് തീറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ AC cos theta. അപ്പോൾ AC ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? AC ഡിനോട്ട് ചെയ്യുന്നത് ദ ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ആംഗിൾ. ഓക്കെ, സോ അപ്പോൾ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ നമ്മൾ അതിന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. തീറ്റയിലാണ് വേരിയേഷൻ, അതായത് ആംഗിളിലാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ആംഗിൾ മോഡുലേഷൻ. അപ്പോൾ ഈ ആംഗിൾ തന്നെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് ഫ്രീക്വൻസി ആൻഡ് ഫേസ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. സി ഓഫ് ടി ഈസ് ഈക്വൽ ടു AC cos ഒമേഗ CT പ്ലസ് ഫൈ. അതിൽ ഈ ഒമേഗ CT എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഫൈ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഫേസ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ മോഡുലേഷൻ ക്യാൻ ബി ഓഫ് ടു ഫോംസ് ബേസ്ഡ് ഓൺ ദിസ്. അതായത് ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫ്രീക്വൻസി ആൻഡ് ഫേസ്. ഫ്രീക്വൻസിനെയും ഫേസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? അതിന് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആംഗിൾ മോഡുലേഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ഫേസ് മോഡുലേഷൻ. രണ്ട് രീതിയിൽ നമുക്ക് ആ മോഡുലേഷൻസിനെ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് മോഡുലേഷൻ എന്നുള്ള രണ്ട് പ്രോസസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി, ബോത്ത് ഫ്രീക്വൻസി ആൻഡ് ഫേസ്. അപ്പോൾ ജനറലി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ആംഗിൾ മോഡുലേഷൻ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനിലേക്ക് അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറൽ ആയിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഹൗ ദിസ് ആംഗിൾ ആൻഡ് ഫ്രീക്വൻസി ഈസ് റിലേറ്റഡ് എന്നുള്ളത്. സോ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഒമേഗ CT പ്ലസ് ഫൈ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? സോ തീറ്റ എന്ന് പറയുന്നത് ഇഫ് ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, ആംഗിളിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി തീറ്റ ബൈ DT ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? D/dt ഓഫ് ഒമേഗ CT പ്ലസ് D/dt ഓഫ് ഫൈ. ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു തീറ്റ വാല്യൂവിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിലേക്കായിരിക്കും അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അതേപോലെ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ CT ഡിഫറൻഷിയേറ്റ് ചെയ്താലോ നമുക്ക് ഗെയിൻ ഒമേഗയുടെ ടേംസിലേക്ക് ടി വെച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒമേഗ തന്നെ കിട്ടും. അതേപോലെ അപ്പുറത്തെ ടേം എന്താ? D5/dt. അതിന് നമ്മൾ D5/dt ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുന്നില്ല. സോ ദിസ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി കമ്പോണന്റിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഈ D θ ബൈ DT എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റേഡിയൻസിലാണ് പറയുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗീവ് യു ഒമേഗ I. അതേപോലെ അടുത്ത ടേം എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ C പ്ലസ് D5/dt. സോ നമുക്ക് ഇതിനെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഇറ്റ് ബിക്കംസ് Fi is equal to Fc plus 1/2π d5/dt. സോ ഈ Fi എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി. Fi denotes the instantaneous frequency. ഓക്കെ, സോ ഞാൻ ഈ FC എന്നുള്ള ടേം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ Fi മൈനസ് FC എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 1/2π d5/dt. ഈ Fi മൈനസ് FC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് Fi മൈനസ് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി Fi
അതേപോലെ കാരിയർ ഫ്രീക്വൻസിയാണ് എഫ് സി. ഇതിനെ തമ്മിൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഡീവിയേറ്റഡ് ഫ്രീക്വൻസിയാണ്. നമ്മൾ മോഡുലേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആ ഫ്രീക്വൻസി തന്നെയല്ലല്ലോ വരിക, അതിലൊരു ഡീവിയേഷൻസ് ഉണ്ടാവും. ആ ഡീവിയേഷനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി മൈനസ് എഫ് സി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ എഫ് ഐ മൈനസ് എഫ് സി വിൽ ഗീവ് ദ frequency deviation fc, and that is equal to 1 by 2 pi d phi by dt. Okay, so in general ഒരു angle modulated സിഗ്നൽ എടുക്കുകയാണെങ്കിൽ, ആംഗിൾ മോഡുലേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ് ഇസ് ഗിവൺ ബൈ 1 by 2 pi d phi by dt. ഇനി ഇപ്പൊ ഞാൻ ഒമേഗ ഐ മൈനസ് ഒമേഗ സി ആണ് എടുക്കുന്നതെങ്കിൽ, ഒമേഗ ഐ മൈനസ് ഒമേഗ സി ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒമേഗ ഡെൽറ്റ ഓഫ് ഒമേഗ എന്നായിരിക്കും പറയാം. സോ ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു d phi by dt. ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. അതായത് ഫേസ് മോഡുലേഷന്റെയും ഫ്രീക്വൻസി മോഡുലേഷന്റെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫേസ് മോഡുലേഷൻ പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വേരിയിങ് ദ ഫേസ് ഓഫ് ദ കാരിയർ. കാരിയറിന്റെ ഫേസ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, നമ്മൾ കാരിയറിന്റെ ഫേസ് ആയിരിക്കും മോഡുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് ഈ ഫേസ് എന്ന് പറയുന്നത് 5 വെച്ചിട്ടല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി. മെസ്സേജ് സിഗ്നലിനായിട്ട് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലെ. ഫേസ് നമ്മൾ കാരിയറിന്റെ ഫേസ് ആണ് വേരി ചെയ്യുന്നത്. സോ ദാറ്റ് ഫേസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി. സോ നമുക്ക് ഈ പ്രൊപ്പോർഷണൽ ഇത് മാറ്റിയാലോ? നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5 വിൽ ബി ഈക്വൽ ടു kp m of t. So kp എന്ന് പറയുന്നത് എന്തായിരിക്കും? kp will be the sensitivity constant. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിൽ നമുക്ക് എന്തായിരുന്നു സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ്? സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ka ആയിരുന്നു അല്ലെ. അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ഇൻവേഴ്സ് ആയിരുന്നു. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിൽ സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആക്ച്വലി സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ഓഫ് ദ മോഡുലേറ്റർ, AM മോഡുലേറ്ററിന്റെ സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ് KA. അതേപോലെ ഫേസ് മോഡുലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്? KP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ഓഫ് ദ ഫേസ് മോഡുലേറ്റർ. ഫേസ് മോഡുലേറ്ററിന്റെ സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതനുസരിച്ച് നമ്മുടെ KP എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? KP എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇറ്റ് ഇസ് 5 by m of t. സോ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു റേഡിയൻസ് പെർ വോൾട്ട്. ഓക്കെ, സോ ദ യൂണിറ്റ് ഓഫ് KP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഡിയൻസ് പെർ വോൾട്ട്. ഓക്കെ, ഇത് അതിന്റെ ഇത് വെച്ചിട്ട് പറയുന്നതാണ്. അതായത് ഫേസ് വേരി ചെയ്യുന്ന അനുസരിച്ച് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെസ്സേജ് സിഗ്നൽ. സോ 5 ഈസ് ഈക്വൽ ടു KP m of t. നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക? അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഒരു ഫേസ് മോഡുലേറ്റർ കൺസിഡർ ചെയ്യുക. നമ്മൾ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി കൊടുക്കും. അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാരിയർ സിഗ്നൽ സി ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു AC കോസ് ഒമേഗ CT എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മൾ കാരിയർ സിഗ്നൽ ആയിട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്നത് എന്താണ്? S ഓഫ് ടി, ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ. ഫേസ് മോഡുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം എസ് ഓഫ് ടി നമ്മളൊരു ആംഗിളിന്റെ കേസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ, ആംഗിൾ മോഡുലേഷന്റെ കേസ് അനുസരിച്ച് ബേസിക് ആയിട്ട് നമ്മൾ ഒരു ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് AC കോസ് ഓഫ് ഒമേഗ C പ്ലസ് 5. അങ്ങനെയല്ലേ നമ്മൾ ബേസിക് റെപ്രസെന്റേഷൻ ഓഫ് ആൻ ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ. നമ്മളിവിടെ എന്താ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മൾ സ്പെസിഫിക്കലി ഫേസ് മോഡുലേഷൻ എടുത്തു പറയുന്നുണ്ട്. ആ കേസ് വരുമ്പോൾ നമുക്കറിയാം 5 എന്ന് പറയുന്നത് ഇപ്പം എന്തായിരിക്കും? 5 നമ്മുടെ ഫേസ് മോഡുലേഷന്റെ ഇതനുസരിച്ച് കൺസെപ്റ്റ് അനുസരിച്ച് 5 ഈസ് ഈക്വൽ ടു KP m of t. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? AC കോസ് ഒമേഗ C പ്ലസ് KP m of t. So this is the standard representation for a phase modulated signal.
ഓക്കെ, നമ്മുടെ ഇൻപുട്ട് മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ അതനുസരിച്ച്, അതായത് ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് സിഗ്നൽസ്. ഇപ്പോൾ ഏത് റാൻഡം സിഗ്നൽ എടുക്കാം, ഒരു സൈനസോയിഡൽ സിഗ്നൽ എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് റാൻഡം സിഗ്നൽസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാറും. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ഇതനുസരിച്ച് നമുക്കിതിൽ വേരിയേഷൻസ് വരും. അപ്പോൾ ബേസിക് ആയിട്ട് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി ഈക്വൽ ടു എ സി കോസ് ഒമേഗ സി പ്ലസ് കെ പി എം ഓഫ് ടി ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് പി എമ്മിൻ്റെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? It is a process of varying frequency of the carrier in accordance with the instantaneous value of message signal. അപ്പോൾ മെസ്സേജ് സിഗ്നലിൻ്റെ ഇതനുസരിച്ച് നമ്മൾ കാരിയറിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും വേരി ചെയ്യുന്നത്. അപ്പോൾ ഫേസ് മോഡുലേഷനിൽ നമ്മൾ ഫേസ് ആണ് നോക്കിയതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് എത്തുമ്പോൾ എന്താണ്, നമ്മൾ ഫ്രീക്വൻസിയാണ്, സ്പെസിഫിക്കലി ഫ്രീക്വൻസിയാണ് നമ്മൾ വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് വിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ഓഫ് ടി അല്ലേ? ഡെൽറ്റ നേരത്തെ നമ്മൾ പറഞ്ഞത് ഫേസിന്റെ കേസ് ആയിരുന്നു. അപ്പോൾ ഫേസിന്റെ കേസിൽ എന്തായിരുന്നു? ഡെൽറ്റ ഫൈ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ഫൈ അല്ല, ഫൈ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ഓഫ് ടി. ഇവിടുത്തെ കേസിൽ എന്ത് വരും? ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ഓഫ് ടി. ഓക്കെ, നെക്സ്റ്റ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു കെ എഫ് എം ഓഫ് ടി, ആൻഡ് വേർ കെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? That is our sensitivity constant in case of frequency modulator. Frequency modulator ആണെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് കെ എഫ് വെച്ചിട്ടാണ്. സോ കെ എഫിൻ്റെ യൂണിറ്റ് എന്ത് വരും? കെ എഫ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ എം ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഫ്രീക്വൻസി പെർ വോൾട്ട് എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പം ഞാൻ ഡെൽറ്റ എഫ് എടുത്തത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഫ്രീക്വൻസി പെർ വോൾട്ട് എന്ന് ഡിഫൈൻ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒമേഗയുടെ ടേംസിലാണ് എടുത്തിരുന്നെങ്കിലോ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നതായിരിക്കും ഈക്വൽ ടു കെ എഫ് എം ഓഫ് ടി. ആ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം? കെ എഫ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് വിൽ ബി റേഡിയൻസ് പെർ വോൾട്ട്. ഓക്കെ, രണ്ട് കേസിൽ നമുക്ക് പറയാം. കെ എഫിൻ്റെ യൂണിറ്റ് ഫ്രീക്വൻസി പെർ വോൾട്ടും പറയാം, അതേപോലെ കെ എഫിൻ്റെ യൂണിറ്റ് റേഡിയൻസ് പെർ വോൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം ഈ കെ എഫിൻ്റെ യൂണിറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനിലും വേരിയേഷൻസ്, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ, സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ബിഫോർ നമ്മൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ആംഗിൾ മോഡുലേഷനിൽ ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡെൽറ്റ എഫിനെ ഡിഫൈൻ ചെയ്തത്? ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/2π d∅/dt. ഇങ്ങനെയല്ല ഡെൽറ്റ എഫിനെ ഡിഫൈൻ ചെയ്തത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്ത് വരും? കെ എഫ് എം ഓഫ് ടി എന്നായിരിക്കും വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π d∅/dt. ഇനി നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ d∅/dt is equal to 2π kf m of t. ഇനി നമുക്ക് ഫൈ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം എന്ത് വരും? 2π kf integral of m of t. ഇതിനെ ഞാൻ രണ്ട് സൈഡിലും, ബോത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേഷൻ ഓഫ് d/dt എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷ്യൽ ഒരു ഇൻ്റഗ്രേഷനും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് സെയിം ഇത് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫൈ എന്ന് തന്നെ വരും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ഇൻ്റഗ്രേഷൻ പോകുന്നത് മെസ്സേജ് സിഗ്നൽ ആയിരിക്കും. സോ നമുക്ക് ഫൈ എന്ത് കിട്ടും? ഫൈ വിൽ ബി ഈക്വൽ ടു 2π kf integral m of t. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സിഗ്നൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സി കോസ് ഒമേഗ സി പ്ലസ് ഫൈ ആണ് നമുക്ക് വേണ്ടത്. അതിൽ ഫൈ ഈ കേസിൽ നമ്മൾ ഫേസ് ഡീവിയേഷൻ, ഫേസ് മോഡുലേഷൻ്റെ പറഞ്ഞ സമയത്ത് ഫൈ എന്ന് പറയുന്നത് ജസ്റ്റ് കെ പി എം ഓഫ് ടി ആണ്. ഈ കേസിൽ എന്താ വരിക? ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π kf integral m of t. Okay, so this is the standard representation for a FM modulated
സിഗ്നൽ. എഫ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് AC cos omega c plus 1/2f 2pi kf integral m of t. ഓക്കെ, സോ എം ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഇക്വേഷനിൽ മാറ്റങ്ങൾ, അതായത് ആ സിഗ്നൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇൻപുട്ട് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇൻപുട്ട് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ജനറലി നമുക്ക് ഏതൊരു ഇൻപുട്ട് വന്നാലും നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്ത് എഴുതുന്നത് പോസിബിൾ ആയിരിക്കും. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കേസ് വെൻ KF എന്ന് പറയുന്നത് ദ യൂണിറ്റ് ഫ്രീക്വൻസി പെർ വോൾട്ട് ആണെങ്കിൽ. പിന്നെ ഇത് ഫ്രീക്വൻസി പെർ വോൾട്ട് അല്ല, നമ്മൾ റേഡിയൻസ് പെർ വോൾട്ടിലാണെങ്കിൽ നമുക്കിത് എങ്ങനെ പറയാം? നമുക്കറിയാം ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് d∅/dt ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ ഡെൽറ്റ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് KF m of t d∅/dt. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ പറ്റുക? യു വിൽ ഗെറ്റ് KF integral m of t is equal to 5. അപ്പം നമ്മൾ അത് ഇവിടെ പ്ലേസ് ചെയ്താൽ 5ക്ക് പകരം KF integral m of t എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ? ഈ സെയിം എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? AC cos omega c plus KF integral m of t. ഓക്കെ, ആ KFന്റെ യൂണിറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ FM സിഗ്നൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം നോക്കേണ്ടത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് m of t. നമുക്ക് FMന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മെസ്സേജ് സിഗ്നലിന്റെ ഇന്റഗ്രൽ ഫോമിലായിരിക്കും വരുന്നത്. വേറാസ് ഇൻ കേസ് ഓഫ് PM നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് സിഗ്നൽ തന്നെയായിരിക്കും വരുന്നത്. സോ നമ്മൾ ആംഗിൾ മോഡുലേഷനിൽ ഫേസ് മോഡുലേഷനും അതേപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, സ്റ്റാൻഡേർഡ് അതിൻ്റെ നൊട്ടേഷൻ ആണ്, സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആണ്, ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയത് എന്തായിരുന്നു? PMന്റെ കേസിൽ AC cos omega c plus KP m of t. അതേപോലെ S of t FMന്റെ കേസ് എന്തായിരുന്നു? AC cos omega c plus 2pi KF integral m of t. ഈ ഒരു കേസിൽ നമുക്ക് ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻസ്. ഇത് നോക്കിയാൽ എങ്ങനെ പറയാം? ഈ PM എന്ന് പറയുന്നതിൽ ഡയറക്റ്റ് മെസ്സേജ് സിഗ്നൽ ആയിരിക്കും, അതേപോലെ FM എന്ന് പറയുന്നതിൽ ഇന്റഗ്രൽ ഫോം ഓഫ് സിഗ്നൽ ആയിരിക്കും, മെസ്സേജ് സിഗ്നലിന്റെ ഇന്റഗ്രൽ ഫോമിലായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഒരു ഫ്രീക്വൻസി മോഡുലേറ്ററിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് PM സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ PM മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് FM സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആ റിലേഷൻ വെച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഒരു FM മോഡുലേറ്റർ ഞാൻ യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് കോസ് ഒമേഗ CT കാരിയർ സിഗ്നൽ, അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആണ്. ഇതിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? എനിക്ക് വേണ്ടത് PM സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം PM സിഗ്നൽ എന്ന് പറയുന്നതിൽ മെസ്സേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FM എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം FM മോഡുലേറ്ററിലേക്ക് പാസ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഇന്റഗ്രൽ ഫോമിലായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? PM കിട്ടണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FMന്റെ ഇൻപുട്ട് എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫൈനലി ആ ഡിഫറൻഷിയേറ്ററും നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ ഫോമും കൂടി വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഒറിജിനൽ മെസ്സേജ് ഫോമിലേക്ക് മാറി കിട്ടും അല്ലേ. സോ ഞാൻ ഇവിടെ d/dt ഓഫ് കൊടുക്കുകയാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ. സോ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി? d/dt ഓഫ് m of t എന്ന് നമുക്ക് കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ ഈ സിഗ്നൽ ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് മെസ്സേജ് സിഗ്നലിനെ നമ്മൾ മോഡുലേറ്ററിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? FM. ആക്ച്വലി FMന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AC cos omega c plus 2pi KF integral m of t ആണ്. ഞാൻ എന്താ ചെയ്തത്? ഈ മെസ്സേജ് സിഗ്നൽ നമ്മുടെ ഇവിടുത്തെ FM ഇൻപുട്ട്, FMന്റെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻഷിയേറ്റഡ് ഫോം. അപ്പോൾ ഈ m of t എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? d/dt ഓഫ് m of t. സോ ഇന്റഗ്രലും ഡിഫറൻഷിയേറ്ററും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? യു വിൽ ഗെറ്റ്
2 pi kf m of t. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ പി എമ്മിന്റെ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്താൽ എന്താ, പി എം എന്ന് പറയുന്നതിൽ എം ഓഫ് ടി ഡയറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെയല്ലേ ഇവിടെയും വരിക, എം ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫോമിലായിരിക്കും വരുന്നത്. ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഇതെന്ന് പറയുന്നത് റേഡിയൻസ് പെർ വോൾട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 2 pi എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യണ്ടല്ലോ അല്ലേ. സോ കെ എഫ് എം ഓഫ് ടി ഡയറക്റ്റ് നമുക്ക് കമ്പയർ ചെയ്താൽ ഇത് പി എമ്മിന്റെ ഫോമിലാണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് ഒരു എഫ് എം മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് പി എം ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻഷിയേറ്റർ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ, അതായത് ഇനിഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷിയേറ്റർ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഇനി തിരിച്ചാണെങ്കിൽ എന്താണ്, ഇപ്പം ഞാനൊരു പി എം മോഡുലേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. പി എം മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് എനിക്ക് എഫ് എം ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് വരും, നമുക്ക് എന്തായിരിക്കണം ഇനീഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത്, എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഫോം ഓഫ് മെസ്സേജ് സിഗ്നൽ വേണം. പി എം ആക്ച്വലി എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെസ്സേജ് സിഗ്നൽ ആയിരിക്കും. അപ്പം എന്ത് വേണം, സോ ദാറ്റ് മീൻസ് നമ്മുടെ ഇനീഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൻ ഇൻ്റഗ്രേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓഫ് എം ഓഫ് ടി എന്നായിരിക്കും വരുന്നത്. സോ ആക്ച്വലി നമ്മുടെ പി എം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പി എം മോഡുലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി കോസ് ഒമേഗ സി കെ പി എം ഓഫ് ടി. ഇവിടെ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് എം ഓഫ് ടി. സോ ഇത് കമ്പയർ ചെയ്താൽ നമുക്ക് എന്തായിട്ടാ കിട്ടുന്നത്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ അല്ലേ. ഫ്രീക്വൻസി മോഡുലേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രൽ ഫോമിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ദിസ് ഇസ് ഹൗ യു റിലേറ്റ് പി എം ആൻഡ് എഫ് എം. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.